Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് പഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പലഹാരം കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരാണി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഉരുക്കിയെടുക്കുന്നൊന്നുമില്ല, ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മളിതൊന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു പാൽ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നല്ല ശുദ്ധമായ ശർക്കരയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് നേരിട്ട് തന്നെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാൽ സെപ്പറേറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നല്ലപോലെ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്ര തന്നെ പഴുക്കാത്ത പഴമാണെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ പഴമോ ചെറുപഴമോ ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് പഴുത്തിട്ടുള്ള പഴം എടുക്കണം. ഇനി ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ഒരു ശർക്കര ഉരുക്കി വെച്ചത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊട്ടും അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അഴുക്കുണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കപ്പൊടി കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത്, 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് അധികം എണ്ണയൊന്നും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഴം ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള അരപ്പ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കൂലേ, അതുപോലെയാണ് കേട്ടോ അത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മാത്രം കുഴച്ചെടുക്കുക. അതല്ലെങ്കിൽ ഇത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. കുറച്ച് സമയം നല്ലപോലെ കുഴച്ചെടുത്ത് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. വെറും 10 മിനിറ്റ് മതിയാവും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് പരത്തിയെടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ബോൾസാക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂക്കി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി ഉണ്ടാവരുത്, എന്നാൽ തീരെ കട്ടിയില്ലാതെ ആവരുത് കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്തെടുത്ത ശേഷം ഞാനിതൊരു ചതുരത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ വട്ടത്തിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൂരി ഫ്രൈ ചെയ്തെടുക്കുന്ന അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എണ്ണ ആക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ പൊങ്ങി വരും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വശവും ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നന്നായിട്ട് മൊരിപ്പിച്ച ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിനി ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് 2 എണ്ണോ 3 എണ്ണോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്